പ്രിയ സുഹൃത്തുക്കളെ, വിത്ത് ചത്ത് തൈ പിറക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് പുതുതായി എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകം ഉന്മൂലനം ചെയ്യപ്പെടണം. പിറവിയുടെ നാന്തി ഉന്മൂലനം വഴി ഉണ്ടാകുന്നു എന്ന് സാരം. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അഥവാ സൃഷ്ടിപരമായ ഉന്മൂലനം എന്ന സബ്ജക്റ്റിൽ റിസർച്ച് നടത്തിയ 3 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കാണ്. നെതർലാൻഡ്സ്കാരനായ ജോയൽ മോക്യർ, പാരീസുകാരനായ ഫിലിപ്പ് അഖിയോൺ, കാനഡക്കാരനായ പീറ്റർ ഹോവിറ്റ് എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ഈ വർഷത്തെ നോബൽ സമ്മാനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായ ശ്രീ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയില്ല എന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. വൈറ്റ് ഹൗസിനു വേണ്ടി ലോബിയിങ് വരെ നടത്തി എന്ന് പത്രവാർത്തകൾ വന്നിരുന്നു. അവസാനം അത് കിട്ടിയത് തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിലെ ജനാധിപത്യ പ്രവർത്തകയും പ്രതിപക്ഷ നേതാവുമായ മാരിയ കൊറീനോ മച്ചാഡോയ്ക്കാണ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനിസ്വേല ആണ് 2007 മുതൽ അവിടെ ഭരിക്കുന്നത്. പ്രതിപക്ഷത്തെ പൂർണ്ണമായും തുറങ്കിലടച്ച് കൊണ്ടോ നാട് കടത്തിക്കൊണ്ടോ നടക്കുന്ന ഒരു ഏകാധിപത്യ ഭരണം, പേരിന് മാത്രം നടക്കുന്ന ഒരു ഇലക്ഷൻ. ഒളിവിൽ താമസിച്ചുകൊണ്ട് വെനീസ്വേലയിൽ ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ധീര വനിതയാണ് മറിയ. അവരുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നോബൽ സമ്മാനത്തെക്കുറിച്ച് അല്പം വിശദീകരിക്കാം. ആൽഫ്രഡ് നോബൽ എന്ന രസതന്ത്ര ശാസ്ത്രജ്ഞൻ 1895 സ്ഥാപിച്ചതാണ് നോബൽ പ്രൈസ്. സ്വീഡിഷ്കാരനായ അദ്ദേഹം ആണ് ഡൈനമൈറ്റ് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടുത്തത്തോടു കൂടി അദ്ദേഹത്തെ മെർച്ചന്റ് ഓഫ് ഡെത്ത്, അതായത് മരണത്തിൻ്റെ വ്യാപാരി എന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് മുക്തി നേടാനാണ് അദ്ദേഹം നോബൽ പ്രൈസ് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും അതിനുവേണ്ടി മാറ്റിവെച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം എന്നീ തുറകളിൽ പ്രാവീണ്യം നേടിയവർക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലാണ് സ്വീഡിഷ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. 2011 സെപ്റ്റംബർ മാസം നടന്ന ഒരു ഐക്യരാഷ്ട്രസഭയുടെ മീറ്റിങ്ങിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധിയായി സ്റ്റോക്ക്ഹോമിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചു. 4 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് 5-ാം ദിവസം ഒരു സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്വീഡിഷ് അക്കാദമി കാണാൻ ഭാഗ്യം ലഭിച്ചു. സ്വീഡിഷ് അക്കാദമിയെക്കുറിച്ച് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വിവരിക്കുന്നതിനിടയിൽ ഞാനൊരു തമാശ ചോദ്യം ചോദിച്ചു. ഇവിടെ നിന്നും ഒരു അവാർഡ് കിട്ടാൻ എന്തു ചെയ്യണം? ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, താങ്കൾ ജോലി ചെയ്യുന്ന ഫീൽഡുമായി ബന്ധപ്പെട്ട് അതിനൂതനമായ ഒരു കണ്ടുപിടുത്തവുമായി ഞങ്ങളുടെ അടുത്ത് വരൂ, താങ്കൾക്ക് തീർച്ചയായും നോബൽ സമ്മാനം തരാം. നമ്മൾ പറഞ്ഞു വന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തെക്കുറിച്ചാണ്. സൃഷ്ടിപരമായ ഉന്മൂലനം എന്ന വിഷയത്തിൽ 3 പേർ നടത്തിയ പഠനത്തിനാണ് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഉന്മൂലനം എന്ന വാക്ക് ആദ്യമായി കേട്ടത്, അഥവാ ഉന്മൂലനം എന്ന വാക്കിൻ്റെ ഗൂഢാർത്ഥം നശീകരണമാണ് എന്നത് ആദ്യം മനസ്സിലാക്കിയത് കുട്ടിയായിരിക്കുമ്പോൾ ആയിരുന്നു. 1970 നവംബർ മാസം 14-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ കുമ്മിൾ, കൊല്ലം ജില്ലയിലെ നഗരൂർ എന്നീ പ്രദേശങ്ങളിൽ ബൂർഷുകളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയ നക്സലൈറ്റുകൾ 2 കർഷക കുടുംബങ്ങളെ ഉന്മൂലനം ചെയ്ത് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിച്ചു. സെമിറ്റിക് മതമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ആദ്യമായി വെറുപ്പ് തോന്നിയത് അന്നത്തെ ആ പത്രവാർത്ത ആയിരുന്നു. സമൂഹത്തിൻ്റെ പുരോഗതി സംഭവിക്കുന്നത് മാറ്റങ്ങളിലൂടെയാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയും. പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ നിർമ്മിതികളിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. ഇന്ന് മോഡേൺ എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്ന പുതിയ പുതിയ ആശയങ്ങളുടെ സൃഷ്ടിയാണ്. ശിലായുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചത് ഈ നിരന്തര അന്വേഷണമാണ്. ഈ തത്വം ശാസ്ത്രീയമായ പഠനങ്ങളുടെ സഹായത്താൽ തെളിയിച്ചതിനാണ് നോബൽ പുരസ്കാരം കൊടുത്തത്. പക്ഷേ ഈ ആശയം അത്ര പുതിയതൊന്നുമല്ല. അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാക്കി എന്നതാണ് നോബൽ സമ്മാനത്തിന് ആസ്പദം. പക്ഷേ സർഗാത്മകമായ ഈ സൃഷ്ടികൾ കണ്ണുമടിച്ച് അംഗീകരിക്കാൻ പലപ്പോഴും അന്നത്തെ സമൂഹങ്ങൾ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്നത്തെ തലമുറയും വ്യത്യസ്തമല്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ
കോപ്പർനിക്കസിന്റെ വാദം ശരിയാണ് എന്ന് പറഞ്ഞതിന് 1600 ഫെബ്രുവരി മാസം 17 റോമിൽ ബ്രൂണോയെ ചുട്ടുകൊന്നത് ചരിത്രമാണ്. 1633 ഗലീലിയോ തുറങ്കിൽ അടച്ചതും ഇതുപോലെയാണ്. വ്യവസായവൽക്കരണത്തിന് മുമ്പ് ഇംഗ്ലണ്ടിൽ കുതിരയെ ഉപയോഗിച്ചാണ് എല്ലാ പ്രധാന ജോലികളും നിർവഹിച്ചിരുന്നത്. എന്നാൽ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി കുതിരകളുടെ ഉപയോഗം കുറഞ്ഞു. കുതിരയുടെ കാലിൽ തറയ്ക്കുന്ന ലാടം ഉണ്ടാക്കുക എന്നത് അക്കാലത്ത് ഇംഗ്ലണ്ടിൽ ഒരു പ്രധാന ജോലിയായിരുന്നു. അതുകൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന അനേകം പേർ ഉണ്ടായിരുന്നു. സ്റ്റീം എഞ്ചിന്റെ വരവോടുകൂടി അവരുടെയൊക്കെ പണി നഷ്ടപ്പെട്ടു. ഇക്കാര്യം കൊണ്ട് ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ആ കാലത്ത് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് നശിച്ചാൽ മാത്രമേ മറ്റൊന്നിന് അത് വളമായി മാറുകയുള്ളൂ എന്ന്. ഇതൊക്കെ ചരിത്ര സംഭവങ്ങൾ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ആണ്. എൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കഥകൾ. 1991 കേന്ദ്ര സർക്കാർ ഉദ്യോഗം ലഭിച്ച് ഞാൻ കൽക്കട്ടയിൽ എത്തുന്നത്. ആദ്യത്തെ അസൈൻമെന്റ് ഏകദേശം 40 പേർ അടങ്ങുന്ന കമ്പ്യൂട്ടർ ഡിവിഷന്റെ ഭരണ നിർവഹണ ചുമതലയായിരുന്നു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള കസ്റ്റംസ് ഹൗസുകളിൽ നിന്നും വരുന്ന ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിന്റെ ഡേറ്റ അനലൈസ് ചെയ്ത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് വിവിധ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ഡിവിഷന്റെ പ്രധാന ഉത്തരവാദിത്വം. 90കൾ ബംഗാളിൽ കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന കാലമായിരുന്നു. മിലിറ്റന്റ് ആയ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടക്കുന്ന കാലം. മര്യാദയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല വ്യവസായ സ്ഥാപനങ്ങളും ഒന്നൊന്നായി പൂട്ടിച്ചുകൊണ്ടിരുന്ന കാലം. അന്ന് ലോക്സഭയിൽ CPM MP ആയിരുന്ന ദിവൻ ഘോഷിന്റെ അനന്തരവനാണ് എൻ്റെ ഓഫീസിലെ യൂണിയന്റെ നേതാവ്. ഒരു അനുസരണയുമില്ലാത്ത തൊഴിലാളികൾ. രാവിലെ 9:30 മണിക്ക് പകരം ഏകദേശം ഉച്ചയോടുകൂടി ഓഫീസിലെത്തുന്ന സ്റ്റാഫ് മെമ്പേഴ്സ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഒരുത്തിനെയും കാണാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ കൂട്ടമായി നമ്മുടെ ഓഫീസ് മുറിയിലേക്ക് ഇരച്ചു കയറും. പണിയെടുക്കാൻ ആരും തയ്യാറല്ല. ആ സമയത്താണ് ഏകദേശം 5 കോടി രൂപ മുടക്കി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. ആ തീരുമാനം വന്നത് മുതൽ അവിടെ സമരം തുടങ്ങി. യൂണിയൻ നേതാക്കളോട് പല പ്രാവശ്യം ചർച്ചകൾ നടത്തി. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല ഡിമാൻഡുകൾ സർക്കാർ ഒടുവിൽ അംഗീകരിച്ചിട്ടാണ് സമവായത്തിൽ എത്തിയത്. എൻ്റെ ഡിവിഷനിൽ മിത്ര എന്നു പേരുള്ള ഒരു യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ എന്നോട് കയർത്ത് ഒരു ചോദ്യം ചോദിച്ചു. സാർ, കമ്പ്യൂട്ടർ വന്നാൽ ഞങ്ങളുടെ തൊഴിൽ പോകില്ലേ എന്ന്. ഇല്ല എന്നായിരുന്നു എൻ്റെ മറുപടി. എന്ന് മാത്രമല്ല, പുതിയ തൊഴിൽ വലിയ അവസരങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡൽഹി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്ക് പോയി. ഈ പറഞ്ഞ മിത്ര എൻ്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടക്കുന്ന പരീക്ഷയിൽ സഹായിക്കാമോ എന്നായിരുന്നു അയാളുടെ ചോദ്യം. അതായത് അയാളും തിരിച്ചറിഞ്ഞിരിക്കുന്നു കമ്പ്യൂട്ടർ പുതിയ സാധ്യതകൾ ഉണ്ടാക്കിയെന്ന്. ഭാരതത്തിൽ കമ്പ്യൂട്ടർ വൽക്കരണം വളരെ ത്വരിതഗതിയിൽ നടന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വികസനം ഉണ്ടായത്. അനേകം തൊഴിൽ സാധ്യതകൾ ആണ് കമ്പ്യൂട്ടർ വിപ്ലവം കൊണ്ട് ലോകം മുഴുവൻ ഉണ്ടായത്. ഇനി എൻ്റെ രണ്ടാമത്തെ അനുഭവത്തിലേക്ക് കിടക്കാം. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2017 ആസാമിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ 9.5 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം പണിഞ്ഞു. ഭുവൻ ഹസാരിക്ക ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പണിഞ്ഞ പാലം. ഈ പാലം വന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ടായി. ആസാമിൽ നിന്നും അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രാ സമയം 6 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറായി കുറഞ്ഞു. ഇന്ത്യൻ ആർമിക്ക് ചൈന ബോർഡറിലെത്താൻ കുറച്ച് സമയം മതി എന്ന അവസ്ഥ ഉണ്ടായി. പക്ഷേ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായി ഉണ്ടായ ഒരു ആരോപണം വളരെ രസകരമാണ്. അതായത് ഈ പാലം വന്നതോടുകൂടി അവിടെ പണി ചെയ്തിരുന്ന വള്ളക്കാരുടെ പണി നഷ്ടപ്പെട്ടു എന്നായിരുന്നു ആരോപണം. NDTVയിലെ മുതിർന്ന പത്രപ്രവർത്തകയായ ബർഖാദത്ത് ഉൾപ്പെടെ പല പത്രപ്രവർത്തകരും കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാനുള്ളൊരു ആയുധമായി അത് ഏറ്റെടുക്കുകയും ചെയ്തു. മോഡി സർക്കാരിൻ്റെ പദ്ധതികൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ 2022 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു നിർദ്ദേശം വന്നു. ജോയിന്റ് സെക്രട്ടറി തലത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്റ്റേറ്റിലെയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങൾ കണ്ടെത്തി അവിടെ സന്ദർശിക്കണമെന്നും ഏതെങ്കിലും സ്കീം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുമായിരുന്നു ആ നിർദ്ദേശം. നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നതിനാൽ അരുണാചൽ പ്രദേശ്,
ത്രിപുര, മിസോറാം, നാഗാലാൻഡ് തുടങ്ങി പല സംസ്ഥാനങ്ങളും എനിക്ക് സന്ദർശിക്കേണ്ടി വന്നു. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ പറയുന്നത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നി. ഭുവൻ ഹസാരിക്ക ബ്രിഡ്ജ് വന്നതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറി എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുന്നു. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ആസാമിലേക്ക് പോകാൻ കഴിയുന്നു. നല്ല മെഡിക്കൽ സൗകര്യങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പലതും. ക്രിയാത്മക ഉന്മൂലനത്തിന് മറ്റൊരു ഉദാഹരണമാണ് മോഡി സർക്കാർ കൊണ്ടുവന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സ്കീം. ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാർ ഇല്ലാതെ പണം നിക്ഷേപിക്കുന്ന രീതിക്കാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി പറഞ്ഞ കാര്യം ഇത്തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. കേന്ദ്ര സർക്കാർ 1 രൂപ മുടക്കുമ്പോൾ വെറും 15 പൈസ മാത്രമേ അതിൻ്റെ ഗുണഭോക്താവിൻ്റെ കയ്യിൽ എത്തുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയെല്ലാം ഇടനിലക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രമാത്രം: പുതിയ ഓരോ മാറ്റവും നിലവിൽ വരുമ്പോൾ നിലവിലുള്ള ഒന്ന് ഉന്മൂലനം ചെയ്യപ്പെടണം. നിലവിലുള്ള ഒന്ന് നശിച്ചു വളമായാൽ മാത്രമേ പുതിയതായ ഒന്ന് ജനിക്കുകയുള്ളൂ. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇതൊന്നും അറിയാതെ പകച്ചു നിൽക്കുകയാണ്.